ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ടോക്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിന്റെ ഫസ്റ്റത്തെ ചാപ്റ്ററായ നെയിംസ് ആൻഡ് നെയിംസിലത്തെ ആക്ടിവിറ്റീസ് ആണ്. ഈ ചാപ്റ്ററും ഇതിലത്തെ ക്വസ്റ്റ്യൻ ആൻസറും ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ പോയി നോക്കിയാൽ മതി. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. The school is closed for the vacation. Kunichirida is in Kerala and her friend Antoinette is now in France. But they still stay connected through text messages. Here is a peek at their chat. ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയൊരു വെക്കേഷൻ ടൈമാണ്. കുഞ്ഞിച്ചിരുത കേരളത്തിലും ആന്റോയിനറ്റ് ഫ്രാൻസിലാണുള്ളത്. പക്ഷെ ഇപ്പോഴും അവർ കണക്റ്റഡ് ആണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ചാറ്റ് ബോക്സ് ആണ് താഴെ തന്നിട്ടുള്ളത്. യു വിഷ് ടു ഹാങ് ഔട്ട് വിത്ത് യുവർ ഫ്രണ്ട് ദിസ് വീക്കെൻഡ്. ഈ വീക്കെൻഡിൽ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും പുറത്തു പോകാൻ തീരുമാനിക്കുന്നു. ഹൗ വിൽ യു പ്ലാൻ ഫോർ ഇറ്റ്? നിങ്ങൾ അതിനു വേണ്ടി എങ്ങനെയാണ് പ്ലാൻ ചെയ്യുക? സിറ്റ് ഇറ്റ് പെയേഴ്സ് ആൻഡ് ക്രിയേറ്റ് എ ചാറ്റ്. നിങ്ങൾ അടുത്തിരുന്ന് ആ ഒരു കോൺവെർസേഷൻ ഒന്ന് പറഞ്ഞു നോക്കുന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കൊന്ന് എഴുതി നോക്കാം. ഹായ്, വാട്ട് ആർ യു ഡൂയിങ് ദിസ് വീക്കെൻഡ്? ഈ വീക്കെൻഡിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഫ്രണ്ട്, ഐ എം നോട്ട് ഷുവർ യെറ്റ്. ഡു യു വാണ്ട് ടു ഹാങ് ഔട്ട്? എനിക്ക് ഇതുവരെ ഉറപ്പില്ല. പുറത്തേക്ക് പോകാമോ നമുക്ക്? യെസ്, ഐ വുഡ് ലവ് ടു. അതെ, എനിക്ക് ഇഷ്ടമാണ്. ഗ്രേറ്റ്, വേർ ഷോൾ വി ഗോ? നന്നായി, നമുക്ക് എവിടേക്കാണ് പോകേണ്ടത്? ലെറ്റ്സ് ഗോ ടു ദി പാർക്ക്. പാർക്കിലേക്ക് പോകാം. ദാറ്റ് സൗണ്ട്സ് ഫൺ. വാട്ട് ടൈം ഷോൾ വി മീറ്റ്? അത് രസകരമായിരിക്കും. എപ്പോഴാണ് കാണേണ്ടത്? ഹൗ അബൌട്ട് 10 AM? 10 മണിക്ക് മതിയോ? പെർഫെക്റ്റ്, വി ക്യാൻ പ്ലേ ഗെയിംസ് ആൻഡ് ഹാവ് സ്നാക്സ്. നമുക്ക് കളിക്കുകയും സ്നാക്സ് കഴിക്കുകയും ചെയ്യാം. ഗുഡ് ഐഡിയ, സീ ഓൺ സാറ്റർഡേ. അത് നല്ലൊരു കാര്യമാണ്. നമുക്കിനി ശനിയാഴ്ച കാണാം. സീ യു ദെൻ, ബൈ. അപ്പോൾ ശരി, കാണാം, ബൈ. ഡ്യൂറിംഗ് ദി വെക്കേഷൻ കുഞ്ഞിച്ചിരുത റിസീവ്ഡ് ആൻ ഇമെയിൽ ഫ്രം ഹെർ ഫ്രണ്ട് ആന്റോയിനറ്റ്. കുഞ്ഞിച്ചിരുതയ്ക്ക് വെക്കേഷൻ ടൈമിൽ ആന്റോയിനറ്റിന്റെ കയ്യിൽ നിന്ന് ഒരു ഇമെയിൽ കിട്ടി. കുഞ്ഞിച്ചിരുത വാസ് ഡിലൈറ്റഡ്. കുഞ്ഞിച്ചിരുതക്ക് വളരെ സന്തോഷമായി. ഷി ബിഗെയിൻ ടു ടൈപ്പ് എ റിപ്ലൈ. ക്യാൻ യു ഹെൽപ്പ് ഹെർ കംപ്ലീറ്റ് ദ ഇമെയിൽ? അപ്പൊ കുഞ്ഞിച്ചിരുത ആന്റോയിനറ്റിന് തിരിച്ച് ഇമെയിൽ എഴുതുകയാണ്. അപ്പൊ നമ്മളോട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കൊന്ന് എഴുതി നോക്കാം. ഇമെയിലിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രം ടു എഴുതുക. ഫ്രം എന്നുള്ളിടത്ത് ആരാണോ എഴുതുന്നത് അവരുടെ ഇമെയിൽ എഴുതുക. ടു എന്നുള്ളത് ആർക്കാണോ എഴുതുന്നത് അവരുടെ ഇമെയിലും എഴുതുക. അതിനുശേഷം ഡിയർ എന്ന് എഴുതിയിട്ട് അവരുടെ നെയിം എഴുതി കോമ ഇടുക. ഇനി അടുത്തത് പാരഗ്രാഫ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഐ വാസ് എക്സൈറ്റഡ് ടു ഗെറ്റ് യുവർ മെയിൽ. ഞാൻ നിന്റെ മെയിൽ കിട്ടിയത് വളരെ എക്സൈറ്റഡ് ആണ്. ഇറ്റ് മെയ്ഡ് മീ സോ ഹാപ്പി ടു ഹിയർ ഫ്രം യു. നിന്റെ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷത്തിലാണ്. നിന്റെ സ്കൂളിനെ പറ്റിയും ഫ്രണ്ട്സിനെ പറ്റിയും പറഞ്ഞതിൽ വളരെ നന്ദി. ഐ എൻജോയ്ഡ് റീഡിംഗ് യുവർ ലെറ്റർ. നിന്റെ കത്ത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. മൈ സ്കൂൾ ഈസ് ആൾസോ വെരി നൈസ്. എന്റെ സ്കൂളും വളരെ നല്ലതാണ്. ഐ ഹാവ് മെനി ഗുഡ് ഫ്രണ്ട്സ്. എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. ആൻഡ് മൈ ടീച്ചേഴ്സ് ആർ കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. എന്റെ ടീച്ചേഴ്സ് വളരെ കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ആണ്. ഐ ലവ് സ്റ്റഡിങ് ഇംഗ്ലീഷ് ആൻഡ് ലേണിംഗ് അബൌട്ട് ഡിഫറെന്റ് കൺട്രീസ്. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാനും മറ്റുള്ള രാജ്യങ്ങളെ പറ്റി പഠിക്കാനും വളരെ ഇഷ്ടമാണ്. ഐ ഹോപ്പ് വി ക്യാൻ കണ്ടിന്യൂ റൈറ്റിംഗ് ടു ഈച്ച് അതർ ആൻഡ് ബിക്കം ഗുഡ് ഫ്രണ്ട്സ്. നമുക്ക് ഇനിയും പരസ്പരം കത്തുകൾ എഴുതാനും നല്ല സുഹൃത്തുക്കളാകാനും കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം വിത്ത് ലവ് നമ്മളുടെ നെയിം എഴുതുക. ഇതാണ് ഇമെയിലിന്റെ ഒരു ഫോർമാറ്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. റീഡ് ദ സെന്റൻസസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. കഥയിൽ നിന്ന് തന്നിട്ടുള്ള സെന്റൻസ് വായിക്കാം. ഇൻ ഫാക്ട് നിയർലി ഹാഫ് ദ സ്റ്റുഡൻസ് ബിലോങ്ഡ് ടു ഇമിഗ്രന്റ് ഫാമിലീസ്. കുഞ്ഞിച്ചിരുതയുടെ ക്ലാസ്സിലുള്ള മിക്ക കുട്ടികളും ഇമിഗ്രന്റ് ഫാമിലീസിൽ പെട്ടതാണ്. കുടിയേറ്റ കുടുംബങ്ങളിൽ നിന്ന് പെട്ടതാണ്. ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വന്ന ആൾക്കാരാണ്. There were students from Canada, Mexico, Italy, the UAE, Egypt and China. ചൈനയിൽ നിന്നും UAEയിൽ നിന്നും ഇറ്റലിയിൽ നിന്നും മെക്സിക്കോ എന്നൊക്കെ ഉള്ള കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. കുഞ്ഞിച്ചിരുത വാസ് ദ ഓൺലി ഇന്ത്യൻ. കുഞ്ഞിച്ചിരുത മാത്രമാണ് ഇന്ത്യൻ. നമ്മളിപ്പോൾ ഇന്ത്യയിലാണ് ജനിച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ ഇന്ത്യ എന്നാണ് പറയുക. അതേപോലെ കാനഡ ആണെങ്കിൽ കനേഡിയൻ, ചൈന ആണെങ്കിൽ ചൈനീസ്, ഈജിപ്റ്റ് ആണെങ്കിൽ ഈജിപ്ഷ്യൻ, ജപ്പാൻ ആണെങ്കിൽ ജാപ്പനീസ്, മെക്സിക്കോ ആണെങ്കിൽ മെക്സിക്കൻ. ഇതേപോലെ ഫ്രാൻസ്, സ്പെയിൻ, ജർമ്മനി, ദ UAE ഈ രാജ്യക്കാരെ എന്താണ് പറയുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഫ്രാൻസിലുള്ള ആൾക്കാരെ ഫ്രഞ്ച് എന്നും, സ്പെയിനിലുള്ള ആൾക്കാരെ സ്പാനിഷ് എന്നും, ജർമ്മനിക്കാരെ ജർമ്മൻ എന്നും, ദ UAEയിലുള്ളവരെ എമിറാട്ടി എന്നുമാണ് പറയുക.
ക്യാൻ യു ആഡ് മോർ ടു ദി ലിസ്റ്റ്? ഇതേപോലെ ഏതെങ്കിലും 2 രാജ്യത്തിന്റെ നെയിംസും അവിടെയുള്ള ആൾക്കാരെ എന്താണ് പറയുക എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ബ്രസീൽ ആണെങ്കിൽ ബ്രസീലി എന്നാണ് പറയുക, റഷ്യ ആണെങ്കിൽ റഷ്യ എന്നാണ് പറയുക. ലെറ്റ്സ് ഹാവ് ഫൺ വിത്ത് വേർഡ്സ്. കുഞ്ഞുചിരുത ആൻഡ് ആന്റോയിനറ്റ് ഡിസൈഡഡ് ടു പ്ലേ എ ഗെയിം. കുഞ്ഞുചിരുതയും ആന്റോയിനറ്റും ഒരു ഗെയിം കളിക്കാൻ തീരുമാനിച്ചു. ദേ പിക്ഡ് വേർഡ്സ് ദാറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ഈച്ച് ലെറ്റർ ഓഫ് ദെയർ നെയിംസ്. അവരുടെ നെയിംസിലുള്ള ഓരോ അക്ഷരം വെച്ചിട്ടും ഓരോ വാക്കുകൾ എഴുതാൻ അവർ തീരുമാനിച്ചു. ദ വേർഡ്സ് ഡിസ്ക്രൈബ് സംതിങ് പോസിറ്റീവ് അബൌട്ട് ദം. ആ ഓരോ വേർഡും അവരെ പറ്റി നല്ലൊരു കാര്യമാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, K in Kunichiruda stands for kind and A in Antoinette stands for active. Help them complete the list. അതായത് അവരുടെ നെയിംസിലുള്ള ഓരോ ലെറ്റേഴ്സ് വെച്ചിട്ടും ഓരോ വാക്ക് എഴുതാൻ അവർ തീരുമാനിച്ചു. ആ വാക്ക് എങ്ങനത്തതാണ്? അവരുടെ സ്വഭാവത്തെ വിവരിക്കുന്ന വാക്കുമായിരിക്കണം. അതായത് കുഞ്ഞുചിരുതയിലെ K കൈൻഡ്, അവളൊരു കൈൻഡ് ആണ്. അതേപോലെ ആന്റോയിനറ്റിന് A ആക്റ്റീവ്. അതേപോലെ ഇവിടെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്, നമ്മളോട് ബാക്കി ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ബാക്കി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി കുഞ്ഞുചിരുതയുടെ R വെച്ചിട്ട് ബാക്കിയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. R വെച്ചിട്ട് നമുക്ക് റെസ്പോൺസിബിൾ കൊടുക്കാം. റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തമുള്ള. അടുത്തത് U ആണ്, യുണീക്ക്. യുണീക്ക് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ. അടുത്തത് T ടാലന്റഡ്, കഴിവുള്ള. അടുത്തത് H നമുക്ക് ഹോണസ്റ്റ് കൊടുക്കാം, സത്യസന്ധമായ. A ആക്റ്റീവ്, സജീവമായ. ഇനി അടുത്തത് ആന്റോയിനറ്റ് ആണ്. ആന്റോയിനറ്റിന്റെ N തൊട്ടിട്ടാണ് നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. Nന് നമുക്ക് നോബിൾ കൊടുക്കാം. നോബിൾ എന്ന് പറഞ്ഞാൽ മാന്യമായ. അടുത്തത് E എനർജറ്റിക് എഴുതാം, ഊർജ്ജസ്വലമായ, ഭയങ്കര എനർജി ഉള്ള ആളെന്നുള്ള അർത്ഥം. അടുത്തത് Tക്ക് തോട്ട്ഫുൾ കൊടുക്കാം. തോട്ട്ഫുൾ എന്ന് പറഞ്ഞാൽ ചിന്താശീലമുള്ള. അടുത്ത Tക്ക് ട്രസ്റ്റ് വേർത്തി എഴുതാം. ട്രസ്റ്റ് വേർത്തി എന്ന് പറഞ്ഞാൽ വിശ്വസനീയമായി, നമുക്ക് ആളെ വളരെ വിശ്വസിക്കാം. അടുത്തത് E എന്തൂസിയാസ്റ്റിക് കൊടുക്കാം. എന്തൂസിയാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ആവേശമുള്ള അല്ലെങ്കിൽ ഉത്സാഹമുള്ള കുട്ടി എന്നാണ്. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Now do the same for your name. നിങ്ങളുടെ പേര് വെച്ചിട്ട് ഇതേപോലെ ഒരു ആക്ടിവിറ്റി ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത്, here are some qualities describing the character of കുഞ്ഞുചിരുത. Write a sentence about each of these qualities. കുഞ്ഞുചിരുതയുടെ ക്വാളിറ്റീസ് താഴെ തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് സെന്റൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കൈൻഡ് എന്നുള്ളടത്ത് കുഞ്ഞുചിരുത ഇസ് എ കൈൻഡ് ഗേൾ എന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ളടത്ത് ഷീ ഈസ് വെരി അണ്ടർസ്റ്റാൻഡിംഗ് ബോത്ത് അറ്റ് ഹോം ആൻഡ് സ്കൂൾ. ഇതേപോലെ ബാക്കിയുള്ളത് വെച്ചിട്ട് എഴുതാനാണ് പറഞ്ഞത്. അടുത്തതാണ് നീറ്റ്. നീറ്റ് വെച്ചിട്ട് കുഞ്ഞുചിരുത ഈസ് നീറ്റ് ആൻഡ് കീപ്സ് ഹെർ തിങ്സ് ടൈഡി എന്ന് എഴുതി കൊടുക്കാം. അടുത്തത് ഹെൽപ്ഫുൾ. കുഞ്ഞുചിരുത ഈസ് ഓൾവേസ് ഹെൽപ്ഫുൾ ടു ഹെർ ഫ്രണ്ട്സ്. അടുത്തത് ഇന്റലിജന്റ്. ഷീ ഈസ് ആൻ ഇന്റലിജന്റ് സ്റ്റുഡന്റ് ഹു ലേൺസ് ക്വിക്ലി. അവൾ പെട്ടെന്ന് പഠിക്കുന്ന ഒരു ഇന്റലിജന്റ് ഗേൾ ആണ്. അടുത്തത് ക്യൂരിയസ്. ക്യൂരിയസ് എന്ന് പറഞ്ഞാൽ അറിയാൻ ആഗ്രഹമുള്ള, ആകാംക്ഷയുള്ള എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഷീ ഈസ് ക്യൂരിയസ് ആൻഡ് ലവ്സ് ടു ലേൺ ന്യൂ തിങ്സ്. അടുത്തത് ഹാപ്പി. ഷീ ഈസ് a happy girl who spreads joy around her. അടുത്തതാണ് ഇമാജിനേറ്റീവ്. ഷീ ഈസ് ഇമാജിനേറ്റീവ് ആൻഡ് എൻജോയ്സ് ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്. അടുത്തത് റെസ്പോൺസിബിൾ. ഷീ ഈസ് റെസ്പോൺസിബിൾ ആൻഡ് കംപ്ലീറ്റ്സ് ഹെർ ഡ്യൂട്ടീസ് ഓൺ ടൈം. അടുത്തത് ഹോണസ്റ്റ്. ഹോണസ്റ്റ് എന്ന് പറഞ്ഞാൽ സത്യസന്ധത. ഷീ ഈസ് ഹോണസ്റ്റ് ആൻഡ് ഓൾവേസ് ടെൽസ് ദ ട്രൂത്ത്. അടുത്തത് ആക്റ്റീവ്. ഷീ ഈസ് ആക്റ്റീവ് ആൻഡ് ഓൾവേസ് ടേക്സ് പാർട്ട് ഇൻ ക്ലാസ് ആക്ടിവിറ്റീസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കുഞ്ഞുചിരുതയുടെ ഈ ക്വാളിറ്റീസ് ഒക്കെ വെച്ചിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു വിവരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കുഞ്ഞുചിരുത ഈസ് എ കൈൻഡ്, അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് നീറ്റ് ഗേൾ. ഷീ ഈസ് ഓൾവേസ് ഹെൽപ്ഫുൾ ടു അതേഴ്സ് ആൻഡ് ഈസ് ആൻ ഇന്റലിജന്റ് സ്റ്റുഡന്റ്. ഷീ ഈസ് ക്യൂരിയസ് ആൻഡ് ലവ്സ് ലേണിംഗ് ന്യൂ തിങ്സ്. She is happy, imaginative and active in all her activities. She is also responsible and trustworthy. Her good qualities makes her lovable and admired friend. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വിചാരിച്ചാൽ, നിങ്ങളുടെ ക്ലാസ്സിലേക്ക് പുറത്തുനിന്നുള്ള മറ്റൊരു രാജ്യത്ത് നിന്നുള്ള ഒരു കുട്ടി വരികയാണ്. അപ്പൊ അവളെ നിങ്ങൾ പുതിയ ക്ലാസ്സും സ്കൂളും ഒക്കെ പരിചയപ്പെടുത്താനും നിങ്ങൾ അവളെ എങ്ങനെ സഹായിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആ കാര്യങ്ങളൊക്കെ വില്ലും ഷോളും ക്യാനും ഉപയോഗിച്ചിട്ട് സെന്റൻസുകളാക്കി താഴെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു എക്സാമ്പിളും തന്നിട്ടുണ്ട്. ഐ വിൽ ഷോ ഹെർ അറൌണ്ട് ദി സ്കൂൾ ആൻഡ് ഇൻട്രൊഡ്യൂസ് ഹെർ ടു മൈ ഫ്രണ്ട്സ്. ഇതേപോലെ കുറച്ച് സെന്റൻസുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വിൽ എന്ന് പറഞ്ഞാൽ വരും, ചെയ്യും എന്നാണ് മീനിങ് വരുന്നത്. എക്സാമ്പിൾ ആയിട്ട്
ഐ വിൽ കം, ഐ വിൽ ഗോ, ഞാൻ വരും, ഞാൻ പോകും, ഇതാണ് വരുന്നത്. ഷാൾ എന്ന് പറഞ്ഞാൽ ചെയ്യുമോ അല്ലെങ്കിൽ വേണം എന്നാണ് മീനിങ് വരുന്നത്. ഷാൾ വി ഗോ, നമുക്ക് പോകാമോ, ഇങ്ങനെയൊക്കെ ചോദിക്കും പോലെ. ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയും. ഐ ക്യാൻ സ്വിം, എനിക്ക് നീന്താൻ കഴിയും, ഈ ഒരു മീനിങ് ആണ് വരുന്നത്. അപ്പൊ ഇവ ഉപയോഗിച്ചിട്ട് നമുക്ക് സെന്റൻസുകൾ ഉണ്ടാക്കി നോക്കാം. ഐ വിൽ ഹെൽപ്പ് ഹെർ അണ്ടർസ്റ്റാൻഡ് ദ സ്കൂൾ റൂൾസ്, സ്കൂളിലെ നിയമങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ അവളെ സഹായിക്കും. ഐ ക്യാൻ എക്സ്പ്ലെയിൻ ദ ന്യൂ സബ്ജക്ട്സ് ടു ഹെർ, പുതിയ വിഷയങ്ങൾ ഞാൻ അവൾക്ക് വിശദീകരിച്ചു കൊടുക്കാം. ഐ വിൽ ഇൻട്രൊഡ്യൂസ് ഹെർ ടു ദി ടീച്ചേഴ്സ്, അധ്യാപകരെ ഞാൻ അവൾക്ക് പരിചയപ്പെടുത്തും. ഐ ക്യാൻ ടീച്ച് ഹെർ സം ലോക്കൽ ലാംഗ്വേജ് വേർഡ്സ്, ചില പ്രാദേശിക ഭാഷയിലെ ചില വാക്കുകൾ ഞാൻ അവളെ പഠിപ്പിക്കാം. ഐ വിൽ ഷോ ഹെർ ദി സ്കൂൾ ലൈബ്രറി ആൻഡ് കഫ്റ്റീരിയ, സ്കൂൾ ലൈബ്രറിയും ക്യാൻറ്റീനും ഞാൻ അവൾക്ക് കാണിച്ചു തരും. ഐ ഷോൾ ടെൽ ഹെർ അബൌട്ട് ദി പ്ലേസസ് ടു വിസിറ്റ് ഇൻ അവർ ടൗൺ, നമ്മുടെ നാട്ടിലെ സന്ദർശിക്കാവുന്ന സ്ഥലങ്ങളെക്കുറിച്ച് ഞാൻ അവളോട് പറയും. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ കം അക്രോസും സ്വിച്ച്ഡ് ഓവറും ടെക്സ്റ്റ് ബുക്കിൽ എവിടാണോ വരുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് ആ വാക്ക് വരുന്ന സെന്റൻസ് എടുത്ത് എഴുതാനാണ്. കം അക്രോസ് എന്ന് പറഞ്ഞാൽ യാദൃശ്ചികമായി കണ്ടുമുട്ടുക എന്നാണ്. സ്വിച്ച്ഡ് ഓവർ എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് പെട്ടെന്ന് മാറുന്നതിനാണ് സ്വിച്ച്ഡ് ഓവർ എന്ന് പറയുക. വൺ ഡേ കുനിച്ചിരുത കം അക്രോസ് ആന്റോയിനെറ്റ്, ഒരു ദിവസം കുനിച്ചിരുത ആന്റോയിനെറ്റിനെ യാദൃശ്ചികമായി കണ്ടുമുട്ടി. സ്വിച്ച്ഡ് ഓവർ, സൂൺ ആന്റോയിനെറ്റ് സ്വിച്ച്ഡ് ഓവർ ടു സ്പീക്കിംഗ് ഇംഗ്ലീഷ്, ആന്റോയിനെറ്റ് പെട്ടെന്ന് ഇംഗ്ലീഷിലേക്ക് സംസാരിക്കുന്നതിലേക്ക് മാറി. ഇനി അടുത്തത് താഴെ തന്നിട്ടുള്ള കോൺവെർസേഷനിൽ സ്വിച്ച്ഡ് ഓവറും കം അക്രോസ് പോലുള്ള വാക്കുകൾ കണ്ടെത്തി എഴുതാനാണ്. ഇതിൽ നമുക്ക് കമ്മിങ് അപ്പ് കാണാം. കമ്മിങ് അപ്പ് എന്ന് പറഞ്ഞാൽ അടുത്ത് വരിക. അടുത്തത് പിക്കപ്പ്, പിക്കപ്പ് എന്ന് പറഞ്ഞാൽ വാങ്ങുക. അടുത്തത് ടേക്ക് ഔട്ട്, പുറത്തേക്ക് കൊണ്ടുപോകുക. ലുക്ക് ഫോർ, അന്വേഷിക്കുക. ചെക്ക് ഔട്ട്, പരിശോധിക്കുക. ലുക്കപ്പ്, വിവരം അന്വേഷിക്കുക. ഇവിടെ ബെൻ എന്ന് പറഞ്ഞ കുട്ടി ഇറ്റലിയിൽ നിന്നാണ് വരുന്നത്. അവന് ഇറ്റലിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടെ താഴെ. ഇതേപോലെ ആന്റോയിനെറ്റിനെ ഫ്രാൻസിനെ പറ്റി എഴുതാൻ നിങ്ങളോട് സഹായിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ പാരഗ്രാഫ് ആക്കി എഴുതാണ് വേണ്ടത്. ഹായ് എവരിവൺ, മൈ നെയിം ഈസ് ആന്റോയിനെറ്റ്. ഐ വുഡ് ലൈക്ക് ടു ടെൽ യു സംതിങ് അബൌട്ട് മൈ കൺട്രി ഫ്രാൻസ്. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ആന്റോയിനെറ്റ് ആണ്. എന്റെ രാജ്യമായ ഫ്രാൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫ്രാൻസ് ഈസ് എ ബ്യൂട്ടിഫുൾ കൺട്രി ഇൻ യൂറോപ്പ്. The capital of my country is Paris. Our national flag has 3 colors, blue, white and red. ഫ്രാൻസ് യൂറോപ്പിലെ മനോഹരമായൊരു രാജ്യമാണ്. എന്റെ രാജ്യത്തിന്റെ തലസ്ഥാനം പാരീസ് ആണ്. ഞങ്ങളുടെ ദേശീയ പതാകയ്ക്ക് 3 നിറങ്ങളുണ്ട്, നീല, വെള്ള, ചുവപ്പ്. The major language spoken in France is French. ഫ്രാൻസിലെ പ്രധാന ഭാഷ ഫ്രഞ്ച് ആണ്. വി ആർ ഫേമസ് ഫോർ ഡെലീഷ്യസ് ഫുഡ്സ് ലൈക്ക് ക്രോയിസൻസ്, ബഗറ്റ്സ് ആൻഡ് മാക്രോൺസ്. ക്രോസാൻഡ്, ബാഗറ്റ്, മക്രോൺ എന്നിവ പോലുള്ള രുചികരമായ ഭക്ഷണങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം പ്രശസ്തമാണ്.